ഈവനിംഗ് ബ്രേക്കിംഗ് നെക്സ്റ്റ്. സംസ്ഥാനത്ത് പനി ബാധിതരുടെ എണ്ണം കുതിച്ചുയരുന്നു. ദിവസേന പനി ബാധിച്ച് ആശുപത്രിയിൽ എത്തുന്നവരുടെ എണ്ണം 5000 കടന്നു. കഴിഞ്ഞ ദിവസം മാത്രം 5705 പേരാണ് വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയത്. തലസ്ഥാനത്തും പനി ബാധിതരുടെ എണ്ണം കൂടുകയാണ്. വരും ദിവസങ്ങളിലും പനിക്കണക്ക് ഉയരുമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ നിഗമനം. സുനിഷ അയല്ലൂർ വീണ്ടും എത്തുന്നു നമുക്കൊപ്പം. സുനിഷ അയല്ലൂർ, സാധാരണ മഴയൊക്കെ തുടങ്ങുമ്പോഴാണ് ഈ പനിക്കണക്കും കുതിച്ചുയരുന്നത്. ഇപ്പോൾ വളരെ നേരത്തെ തന്നെ രോഗബാധിതരായി കൂടുതൽ പേർ എത്തുകയാണ്. കാലാവസ്ഥാ മാറ്റമാണോ, എന്താണ് ഇതിന്റെ പ്രധാന കാരണം? സുജയ, നിലവിൽ കാലാവസ്ഥാ മാറ്റം തന്നെയാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. പ്രധാനമായും നല്ല ചൂടാണ്. ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ തന്നെയും നല്ല ചൂട് ആണ്. അതിനിടയിൽ വേനൽ മഴ ഇപ്പോൾ ശക്തമായി ലഭിക്കുന്നുണ്ട്. ഓരോ ദിവസവും നല്ല ഉച്ചയ്ക്ക് ശേഷം ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കുള്ള സാധ്യതകൾ, പലയിടത്തും മഴ പെയ്യുന്ന സാഹചര്യവുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ മാറി മാറി വരുന്ന ചൂടും മഴയും ഒക്കെ ഈ രോഗങ്ങൾക്കും കാരണമാകുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് പനിക്കണക്ക് ഏതായാലും കഴിഞ്ഞ ഈ 2 മാസത്തെ കണക്ക് നോക്കിയാൽ വലിയ രീതിയിലുള്ളൊരു വർധനവാണ് പനിയിൽ ഉണ്ടായിരിക്കുന്നത് എന്നതാണ്. ഈ കഴിഞ്ഞ മാസം മാത്രം 5000-ലധികം പേരാണ് ഈ സംസ്ഥാനത്തൊട്ടാകെ ഒരു ദിവസം കാണിക്കാൻ എത്തുന്നത്. ഈ ആശുപത്രിയിലേക്ക് എത്തുന്ന രോഗികളുടെ എണ്ണമാണ് 5000-ലേറെ. 6000 കടന്ന ദിവസങ്ങൾ അടക്കമുണ്ട് എന്നുള്ളതാണ്. ഓരോ ജില്ലകളിൽ നോക്കുകയാണെങ്കിൽ 500-ഉം 600-ഉം ഒക്കെയാണ് ഒരു ദിവസം ഈ വിവിധ സർക്കാർ ആശുപത്രികളിലായി എത്തുന്ന പനി ബാധിതരായ ആളുകളുടെ കണക്ക് എന്നുള്ളതാണ്. ഒപ്പം തന്നെ തിരുവനന്തപുരത്തെ കണക്ക് നോക്കുകയാണെങ്കിലും അതും സമാനമാണ് സ്ഥിതി. ഏകദേശം ഒരു 2-4 ദിവസത്തെ കണക്ക് മാത്രം നോക്കുമ്പോഴേക്കും 3000-തോട് അടുത്തിരിക്കുന്നു പനിക്കണക്കുകൾ എന്നാണ്. പല സർക്കാർ ആശുപത്രികളിലും രാവിലെ മുതൽ ഉച്ചവരെ ഈ ക്യൂ ഇങ്ങനെ തുടരുകയാണ്. പനി കാണിക്കാനായി എത്തുന്ന ആളുകളുടെ എണ്ണം കൂടുകയാണ്. പക്ഷേ ഒരാശ്വാസം, ഔദ്യോഗികമായി കണക്ക് പ്രകാരം ഈ ഡെങ്കിപ്പനി, എലിപ്പനി ബാധിതരുടെ എണ്ണത്തിൽ കുറവുണ്ട് എന്നുള്ളതാണ്. പക്ഷേ എങ്കിലും ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. നേരത്തെ കോളറ വന്ന് തിരുവനന്തപുരത്ത് ഒരു മരണമടക്കം സംഭവിച്ചിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ കുടിവെള്ളം അടക്കം ഉപയോഗിക്കുമ്പോൾ അതീവ ജാഗ്രത പാലിക്കണം. പൊതുജലസ്രോതസ്സിൽ നിന്ന് വെള്ളം കരുതലോടെ ഇരിക്കുക. അടുത്തൊക്കെ പനിബാധിതരുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ സ്വന്തം സുരക്ഷ കൂടി നോക്കേണ്ടതുണ്ട്. എല്ലായിടങ്ങളിലും പനി ഉയരുന്നുണ്ട്, അല്ലെങ്കിൽ പനി പലർക്കും വരുന്നുണ്ട് എന്നുള്ള സന്ദേശങ്ങൾ പലരായി നൽകുന്നുണ്ട് നമ്മുടെയൊക്കെ സുഹൃത്ത് വലയത്തിലടക്കം. അപ്പോൾ പനി വരാതെ സൂക്ഷിക്കുക. പനിയാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉടൻ തന്നെ സ്വയം ചികിത്സയല്ല, ആശുപത്രിയിൽ പോയുള്ള